നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്നെ അവനെയും പിണക്കി രണ്ടിനെ രണ്ട് വഴിക്കാക്കി നിന്നെ കെട്ടിച്ചില്ലെങ്കിൽ ഈ രമ്യല്ലെന്ന് കൂട്ടിക്കോ. നിന്നെ കെട്ടിച്ച് രാജുവിനെ നേടിയെടുക്കും. അതിനു വേണ്ടിയാണ് ഇനി എന്റെ ജീവിതം. വച്ച് താമസിപ്പിക്കാതെ നാളെ തന്നെ നടത്താനാ തീരുമാനം. അച്ഛാ, അതിപ്പോ നാളെ തന്നെ വേണോ? വേണം. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് മതിയെന്നേ. പോരാ, നാളെ തന്നെ വേണം. അനിഷ്ടകരമായ ചില സംഭവങ്ങൾ നടന്നു വെച്ച് ഇവിടെ ആരും പട്ടിണി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എല്ലാവർക്കും ഭക്ഷണം എടുത്ത് വെക്കടി. ഋതിക, എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. മുൻപ് രാജുവിന്റെ കൂടെ ഗസ്റ്റായി വന്നപ്പോ കിട്ടിയ സ്വീകരണം അല്ല ഇപ്പൊ. കാര്യങ്ങള് അത്ര സുഖമല്ലല്ലേ? ഇല്ല, ഒന്നുമില്ല. ആ, ഉണ്ടല്ലോ. ഈ വീട്ടിലൊരു പാത്രം നിലത്ത് വീണ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെയാ ആൾക്കാര് തൊണ്ട തുറന്ന് സംസാരിച്ച അവർക്കെല്ലാവർക്കും വിഷമമുണ്ട്. അവര് രാജുവിന്റെ ഭാര്യയായിട്ട് കണ്ടതേ എന്നെയാ. ആ സ്ഥാനത്ത് നിന്റെ വീട്ടുകാരെ പിണക്കി രാജുവിന്റെ വീട്ടുകാരെ അറിയിക്കാതെ നീ സ്വയം തീരുമാനിച്ച് രാജുവിന്റെ ഭാര്യയായി കയറി വന്നപ്പോ അവർക്കത് ഉൾക്കൊള്ളാനാവുന്നില്ല. അതാണ് കാര്യം. എന്നെ മരുമകളായി കാണാൻ കൊതിച്ച അവർക്ക് നിന്നെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? രമ്യ, അത് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ശ്രീയുടെ കല്യാണമാണെന്നും രമ്യയുടെ അനുജനാണ് ശ്രീയെ കല്യാണം കഴിക്കുന്നതെന്നും രാജു പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ഇങ്ങനൊരു മാറ്റക്കല്യാണത്തിന്റെ വിഷയം കൂടി ഉണ്ടെന്ന് രാജു പറഞ്ഞില്ല. എനിക്കതൊന്നും അറിയില്ലായിരുന്നു രമ്യ. രമ്യയുടെയും നിങ്ങളുടെ രണ്ട് വീട്ടുകാരുടെയും വിഷമം ഇപ്പൊ എനിക്ക് മനസ്സിലാവും. സോറി രമ്യ, തെറ്റുപറ്റിയത് എനിക്ക്. എന്നോട് ക്ഷമിക്ക്. നിനക്കിതിങ്ങനെ ഒരു സോറി പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്കോ? എനിക്ക് നഷ്ടപ്പെട്ടത് തന്നെയല്ലേ? അതിന് പരിഹാരമില്ലല്ലോ. സോറി രമ്യ, എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. നീ ഇനി എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ? ഇതിന്റെ പരിഹാരവും പ്രായശ്ചിത്തവും ഒക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നിന്നെ അവനെയും പിണക്കി രണ്ടിനെ രണ്ട് വഴിക്കാക്കി നിന്നെ കെട്ടിച്ചില്ലെങ്കിൽ ഈ രമ്യല്ലെന്ന് കൂട്ടിക്കോ. നിന്നെ കെട്ടിച്ച് രാജുവിനെ നേടിയെടുക്കും. അതിനു വേണ്ടിയാണ് ഇനി എന്റെ ജീവിതം. രമ്യ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. തൂണും ചാരി നിന്നവൾ ആണിനെയും കൊണ്ട് പോയി. ആ, അത്ര തന്നെ. ഞാനിനി മഞ്ഞു കൊണ്ടിട്ട് എന്ത് കാര്യം?
എന്താ പ്രതാപ? എന്താ? എനിക്ക് അബദ്ധം പറ്റിയേ. ഞാൻ അവനെ വിശ്വസിച്ചു. ഒരിക്കലും രാജു ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ദേ നോക്ക്. ഇങ്ങ് തന്നെ. ഞാൻ പലപ്പോഴും നിന്നോട് സൂചിപ്പിച്ചിരുന്നു അവനെ പൂർണ്ണമായി വിശ്വസിക്കണ്ടാന്ന്. അത് നിന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ എന്റെ മകനെ അവന്റെ ബുദ്ധി സാമർഥ്യവും മിടുക്കും കൊണ്ട് നിന്റെ മുന്നിൽ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കാൻ സാധിച്ചു. അവസാനം അവൻ മിടുക്കനും എന്റെ മകൻ കൊള്ളരുതാത്തവനുമായി. എല്ലാവരുടെ മുന്നിലും. അതെ അമ്മവ, എനിക്ക് ഇവരുടെ കാര്യത്തിൽ സംശയം തോന്നിയപ്പോ മുതൽ ഞാൻ ചിന്തിച്ചത് മുഴുവൻ അമ്മാവനെയും നമ്മുടെ കുടുംബത്തെക്കുറിച്ചായിരുന്നു. ഇങ്ങനൊന്ന് സംഭവിച്ച നമ്മുടെ കുടുംബത്തിനുണ്ടാവുന്ന അപമാനം എത്ര വലുതായിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അത് നേരിട്ട് പറഞ്ഞാൽ അമ്മാവൻ വിശ്വസിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാ ഞാൻ പല രീതിയിലും അതിനെ ശ്രമിച്ചത്. പക്ഷേ എല്ലാത്തിലും ഞാൻ പരാജിതനായത് മാത്രമല്ല, അമ്മാവന്റെ മുന്നിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനുമായി. പ്രതാപ, നിനക്കും നമ്മുടെ കുടുംബത്തിനും ഇത്രയും ദ്രോഹം ചെയ്ത അവനെ എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? വെറുതെ വിടണം എന്നാണോ? എനിക്കറിയാം ഇനി എന്താ വേണ്ടെന്ന്. ഇത്രയും നാൾ രാഷ്ട്രീയത്തിൽ നിന്നത് പിന്നിൽ നിന്നും ചതിച്ചവരെയും മുന്നിൽ നിന്നും കുത്തിയവരെയും എല്ലാം കണ്ടും കൊടുത്തും തന്നെ. എന്നെയും എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന രാജുവിനെ പെട്ടെന്നില്ലാതാക്കുന്നത് ബുദ്ധിയല്ല. എല്ലാത്തിനും ഒരു സമയം വരെ കാത്തിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.